ഭർത്താവിന്റെ മാതാപിതാക്കളെ അമ്മയെന്നോ അച്ഛനെന്നോ വിളിക്കാൻ ഇഷ്ടമല്ലെന്ന് ദിയ കൃഷ്ണ പറഞ്ഞത് വലിയ രീതിയിൽ വൈറലാകുകയും ചർച്ചയാകുകയും ചെയ്തിരുന്നതു. മദേഴ്സ് ഡേ ബ്ലോഗിലാണ് വിവാദകരമായ പ്രസ്താവന ദിയയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അശ്വിൻ്റെ മാതാപിതാക്കളെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ദിയയുടെ വാക്കുകളെന്നാണ് വിമർശിച്ചവർ കുറിച്ചത്. എല്ലാ മാധ്യമങ്ങളും വലിയ തലക്കെട്ടുകളോടെ താരപൂർത്തിയുടെ പ്രസ്താവന വന്നതോടെ വീണ്ടും നിലപാട് വ്യക്തമാക്കി ദിയ എത്തുകയും ചെയ്തു. വിമർശനങ്ങളും റിയാക്ഷനുകളും വീഡിയോകളും ഭയന്ന് താൻ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് ചലിക്കില്ലെന്നും നട്ടലുള്ള വ്യക്തികളാണെന്നും താരം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ കുറിച്ചു. എന്തു സംഭവിച്ചാലും ഞാൻ എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. കാരണം എനിക്ക് സ്വന്തം നിൽക്കാനുള്ള ധൈര്യമുണ്ട്, നട്ടെല്ലുണ്ട്. എനിക്കെതിരെ വരുന്ന കുറച്ച് റിയാക്ഷൻ വീഡിയോകൾ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ തീരുമാനങ്ങൾ മാറ്റില്ല. എൻ്റെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവർക്ക് ഞാൻ ആരാണെന്നും എല്ലാവർക്കും എങ്ങനെയാണെന്നും നന്നായി അറിയാം. ബഹുമാനം എന്ന് ആരെ എന്ത് വിളിക്കുന്നു എന്ന് അഭിസംബോധന ചെയ്യുന്നു എന്നതിൽ നിന്ന് ലഭിക്കുന്നതല്ല, നമ്മൾ അവർക്കായി എന്തു ചെയ്യുന്നു എന്നതിൻ്റെ യഥാർത്ഥ ബഹുമാനം. അശ്വിനും അവൻ്റെ മാതാപിതാക്കളും ഞാൻ അവരോട് എത്ര നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെന്നും അവരുടെ കുടുംബം ബിസിനസ്സായി ഞാൻ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നന്നായി അറിയാമെന്നും ദിയ കുറിച്ചു. ഭർത്താവിൻ്റെ അമ്മയെ അമ്മയെന്ന് എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന ചോദ്യം ഉയർന്നിരുന്നു. വ്ലോഗുകളിലും പോസ്റ്റുകളിലും അടിയിൽ അടക്കം ഇത്തരം ചോദ്യങ്ങൾ പതിവായോടെ ദിയ കാരണം വ്യക്തമാക്കി. എന്നാൽ ഈ വിശദീകരണം താരപുത്രിക്ക് വലിയ പുലിവാലായി മാറുകയും ചെയ്തു. അമ്മ എന്ന സ്ഥാനം ഒരാൾക്ക് മാത്രം. എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ മരുതൻകുഴിയിൽ വീട്ടിൽ ഒരാളുണ്ട്. അത് സിന്ധു കൃഷ്ണയാണ്. എൻ്റെ അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയുമാണ്. വഴിയിൽ കാണുന്നവരെ മറ്റുള്ളവരെയൊക്കെ അച്ഛാ അമ്മ എന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല. അശ്വിൻ എന്ന മാതാപിതാക്കളെ ആൻറ്റി എന്നും അങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. അതിനെ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അശ്വിൻ എൻ്റെ അമ്മയെ അമ്മയെന്ന് വിളിച്ചാൽ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അശ്വിൻ്റെ അമ്മയുടെ പേര് മീനാക്ഷിയും അച്ഛൻ്റെ പേര് ഗണേശനും എന്നാണ്. ഓരോരുത്തർക്കും അവരുടേതായ സ്ഥാനമുണ്ട്. അത് മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭാവിയിൽ എൻ്റെ മകൾ എന്നെ മാത്രം അമ്മയെന്ന് വിളിച്ചാൽ മതിയെന്ന് എൻ്റെ ആഗ്രഹമെന്ന് ദിയ പറഞ്ഞത്.